മണിക്കൂറുകൾ നീണ്ട രക്ഷാദൗത്യം ഫലം കണ്ടില്ല. തൃശൂർ പാലപ്പള്ളിയിൽ സെപ്റ്റിക് ടാങ്കിൽ വീണ കുട്ടിയാന ചെരിഞ്ഞു. ആനക്കുഴിയിൽ വീണത് ഇന്ന് രാവിലെ 6 മണിയോടെ. സിൽവർ ലൈൻ പ്രതീക്ഷയ്ക്ക് പുതുജീവൻ ഏകി കേരയിൽ ദക്ഷിണ റെയിൽവേ ചർച്ച. തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന് കേരയിൽ MD അജിത് കുമാർ. കേന്ദ്ര അനുമതി കിട്ടിയാലും സിൽവർ ലൈൻ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് VD സതീശൻ. കൊച്ചിയിൽ പ്രതിഷേധവുമായി സിൽവർ ലൈൻ വിരുദ്ധ സമിതി. സ്മാർട്ട് സിറ്റി കരാർ പാലിക്കാത്ത ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള സർക്കാർ നീക്കം വിവാദത്തിൽ. മന്ത്രിസഭാ തീരുമാനത്തിലെ അവ്യക്തത. കരാർ പാലിച്ചില്ലെങ്കിൽ സർക്കാരിന് നഷ്ടപരിഹാരം നൽകണമെന്ന വ്യവസ്ഥ അട്ടിമറിച്ചു. സർക്കാർ നടപടി വിചിത്രമെന്ന് VD സതീശൻ. നടക്കാൻ പോകുന്നത് ഭൂമിക്കച്ചവടമെന്നും പ്രതിപക്ഷ നേതാവ്. അനിശ്ചിതത്വങ്ങൾക്കും തർക്കത്തിനും അവസാനം. ദേവേന്ദ്ര ഫഡ്നാവിസ് ഇന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞ വൈകിട്ട് 5:30 മുംബൈ ആസാദ് മൈതാനത്ത്. പ്രധാനമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കും. കോഴിക്കോട് ഏലത്തൂർ HPCL പ്ലാന്റിൽ ഡീസൽ ചോർച്ച തുടരുന്നു. പ്ലാന്റിനോട് ചേർന്ന ഓവുചാലിലൂടെ ഡീസൽ പുറത്തേക്ക് ഒഴുകിയെത്തിയ ഡീസൽ കുപ്പിയിലാക്കി നാട്ടുകാർ. കറണ്ട് ചാർജ് ഇന്ന് വർദ്ധിപ്പിച്ചേക്കും. യൂണിറ്റിന് 30 പൈസ കൂട്ടണമെന്ന് KSEB. പുതുക്കിയ നിരക്കിന് ഡിസംബർ 1 മുതൽ പ്രാബല്യം. റിലീസിന് പിന്നാലെ അല്ലു അർജുൻ ഫഹദ് ഫാസിൽ ചിത്രം പുഷ്പ 2 വ്യാജപ്പതിപ്പ് ഇന്റർനെറ്റിൽ. സിനിമയോട് സമ്മിശ്ര പ്രതികരണം. സൂപ്പർ മൂവി. സൂപ്പർ. സെക്കൻഡ് ഹാഫ് കൊള്ളത്തില്ല. റിലീസിനിടെ ദുരന്തം. ഹൈദരാബാദ് സന്ധ്യ തിയേറ്ററിൽ തിക്കിലും തിരക്കിലും ഒരു മരണം.